ഇന്ത്യ എന്ന ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്തെ അപ്പാടെ വിഴുങ്ങാൻ കാവിക്കഴുകന്മാർ അണിയറയിലൊരുക്കിയ ഭ്രാന്തൻ അജണ്ടകൾ ഓരോന്നായി പുറത്തുവരികയാണ്. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് മതനിരപേക്ഷ ചേരികൾ നാളിതുവരെ ഭയന്നതുപോലെ എല്ലാ രംഗങ്ങളെയും കാവ്യവൽക്കരിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ ഫാസിസ്റ്റ് ഭരണകൂടം ജനങ്ങളുടെ നെഞ്ചിലേക്ക് കയറിപ്പിടിക്കുകയാണ്. നരേന്ദ്രമോദിയുടെയും RSSന്റെയും ഒരേ ഒരു ലക്ഷ്യം ഒന്നു മാത്രമാണ്: ഭരണഘടനയെ ചവിട്ടും മെതിച്ച് ഇന്ത്യയെ ഒരു സ്വേച്ഛാധിപത്യ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക. അതിനായി രാജ്യത്തിന്റെ ഓരോ അണുവിലും വർഗീയതയുടെ വിഷം കുത്തിവെക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാക്കേണ്ട പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന വേളയിൽ നമ്മൾ കണ്ടത് ഈ ഫാസിസ്റ്റ് അജണ്ടയുടെ തുടക്കമാണ്. മതനിരപേക്ഷതയായിരിക്കണം ഈ രാജ്യത്തിന്റെ മുഖമുദ്രയെന്ന് നമ്മെ പഠിപ്പിച്ച ഭരണഘടനയെ പോലും വെല്ലുവിളിച്ചാണ് പാർലമെന്റ് ഉദ്ഘാടന വേദിയെ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് മുഖരിതമാക്കിയത്. നമ്മൾ പോലും അറിയാതെ നമ്മളെ സംബന്ധിക്കുന്ന ഓരോയിടത്തും മതം എന്ന ഭൂതത്തെ തിരുക്കി കയറ്റുകയാണ് മോദി സർക്കാർ ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. IPL ഫൈനൽ മത്സരം നടന്ന സ്റ്റേഡിയത്തിൽ മുഴങ്ങിക്കേട്ട ഹിന്ദു ഭക്തിഗാനങ്ങളും പ്രദർശിപ്പിച്ച മതചിഹ്നങ്ങളുമെല്ലാം വെളിച്ചം വീശുന്നത് മോദിയുടെ ഹിന്ദു രാഷ്ട്രം എന്ന അജണ്ടയിലേക്കാണ്. കളിയിടങ്ങളിൽ പോലും രാഷ്ട്രീയം, അതും വർഗീയ രാഷ്ട്രീയം കലർത്തുന്ന RSS തന്ത്രം. മത്സരം എന്ന ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ ആ സ്റ്റേഡിയത്തിന്റെ പേര് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാണ്. കളിയിടങ്ങളെ കാവ്യവൽക്കരിക്കുന്നു, വിദ്യാലയങ്ങളെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും കാവ്യവൽക്കരിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ സർവ്വസാധാരണമായിരിക്കുകയാണ്. പാഠപുസ്തകങ്ങളിൽ നിന്നും ചില ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു, വിദ്യാർത്ഥികളെ കൊണ്ട് മതഗാനങ്ങൾ പാടിപ്പിക്കുന്നു, മഹാത്മാഗാന്ധിയെ വിട്ടുന്നു, ചരിത്രം വളച്ചൊടിക്കുന്നു. ഇതൊന്നും യാദൃശ്ചികമല്ല, ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല. നാളുകളേറെയായി BJP കൃത്യമായി പ്ലാനിങ്ങോടെ നടത്തുന്നതാണ്. RSS രൂപീകരിച്ച് 100 വർഷം കഴിയുമ്പോൾ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകുമെന്നായിരുന്നു അവരുടെ വാദം. 100 വർഷം പൂർത്തിയായത് 2025-ലാണ്. ആ വർഷം അടുപ്പിച്ച് തന്നെ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ കിണഞ്ഞു പരിശ്രമിച്ചു, പലതും നടപ്പിലാക്കി, അതിനെതിരെയുള്ള ശബ്ദങ്ങളെ അടിച്ചമർത്തി, തടങ്കലിലാക്കി. അങ്ങനെ ഓരോ മേഖലകളിലായി കാവിക്കഴുകന്മാർ കൊത്തിവലിക്കുകയാണ്. ചില്ലറ വിപണിയിൽ വിലക്കയറ്റം കുതിച്ചുയരുമെന്ന് സ്വന്തം സർക്കാർ തന്നെ സമ്മതിക്കുമ്പോഴും ജനങ്ങളെ പട്ടിണിക്കിട്ട് വർഗീയതയുടെ തീ കൊളുത്താനാണ് മോദിയും കൂട്ടരും ശ്രമിക്കുന്നത്. പട്ടിണിയും തൊഴിലില്ലായ്മയും കൊണ്ട് ജനങ്ങൾ നരകിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ കളിയിടങ്ങളിലും വിദ്യാലയങ്ങളിലും BJP വിഷം ചീറ്റുകയാണ്. എന്നാൽ ഓർക്കുക, ഇത് പ്രബുദ്ധ ഇന്ത്യയാണ്. ഭരണഘടനയെ ചവിട്ടുമെതിച്ച് രാജ്യത്തെ വിഭജിക്കാൻ നോക്കുന്ന ഇത്തരം കാവിക്കഴുകന്മാരുടെ ഫാസിസ്റ്റ് കോപ്രായങ്ങളെയും കോർപ്പറേറ്റ് ദാസ്യവേലയെയും ഇന്ത്യൻ ജനത ഒന്നടങ്കം തെരുവിൽ നേരിടുന്ന കാലം വിദൂരമല്ല.